വരട്ടെ, എന്നാൽ വരേണ്ട സമയമായിരിക്കണം. ലാല് പറഞ്ഞതനുസരിച്ച് ഞാൻ പോകുന്നു. ആയിക്കോട്ടെ. എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയാറില്ല ലാലിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത് അതൊരു മാജിക് ആണെന്നാണ്. കാരണം പലപ്പോഴും നമ്മുടെ കൂടെ ക്യാമറയ്ക്ക് പുറകിൽ തമാശയിലും കളിയെല്ലാം പറഞ്ഞു നിന്നിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് ക്യാമറയുടെ മുന്നിലെത്തുമ്പോൾ ഭാവം പകർന്ന് മാറി ആ ക്യാരക്ടറായിട്ട് മാറുന്ന ഒരു കാഴ്ച ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. സത്യനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്, ലാലിസ് എന്ന് പറയാറുണ്ട് ഇടയ്ക്ക്. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അവസാനത്തെ സിനിമ, ഇതിന് മുമ്പുള്ള സിനിമ വരെ ഞാൻ അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. സത്യേട്ടൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ സത്യേട്ടൻ്റെ അവരൊക്കെ സിനിമയ്ക്ക് പുതിയ ഏറ്റവും മനസ്സിലാക്കാവുന്ന ഭാഷയിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ വിഷമം എപ്പോഴും അങ്ങനെയല്ല, ഒരാളുടെ ആഗണി എന്ന് പറയുന്ന ആൾക്ക് മറ്റവർക്ക് രസമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആയാലും നാടോടിക്കാറ്റായാലും സന്മനസ്സുള്ളവർക്ക് സമാധാനമായാലും അങ്ങനെയുള്ള എല്ലാ സിനിമകളിലൂടെയും ഒരു സാധാരണക്കാരൻ്റെ ടി.പി. ബാലഗോപാൽ. പക്ഷെ അന്ന് അങ്ങനത്തെ സിനിമ ഇന്ന് എടുക്കാൻ പറ്റില്ല, കാര്യം അന്നത്തെ ഒരു അവസ്ഥയല്ല. പക്ഷെ അതിനെ എത്ര മനോഹരമായിട്ട് ഒരു ക്യാരക്ടറിലൂടെ ചെയ്യാൻ കഴിഞ്ഞു. ആ ക്യാരക്ടർ അത്തരം സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നത്. ടി.പി. ബാലഗോപാലൻ ഇതെന്താ ഇത് മാജിക് പോലെ കാണിക്കുന്നത്? ലാല് വിസ്മയമാണ് ലാലിൻ്റെ. ഒരുപക്ഷെ ലാല് ഇതൊക്കെ ലാലിൻ്റെ അയൽവക്കത്തുള്ള ചെറുപ്പക്കാരനായി ആ ഇമേജിലേക്ക് ലാലിനെ കൊണ്ടുവന്ന അങ്ങനെയാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അത്തരം സിറ്റുവേഷൻ. ഇപ്പോൾ ഇത് ഓർമ്മയുണ്ട്, ഈ ബാലഗോപാലൻ ഒരു വീട് വയ്ക്കാനായിട്ടുള്ള സ്ഥലമാണ് അല്ലേ? എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹമാണ് സ്വന്തമായ ഒരു കൂര എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ട് അവർ ഷെൽട്ടർ. അതുപോലെ അയാൾ കഷ്ടപ്പെട്ട് ഒരു വീട് വയ്ക്കാനായിട്ട് വാങ്ങിച്ച സ്ഥലമാണത്. അത് പ്രണയത്തിന് വേണ്ടി സമർപ്പിച്ചു. അതെ അതെ. ലാലിന് ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല അങ്ങനെ അവിടെ ഒന്നും ആലോചിച്ചില്ല. അല്ല, ഞാൻ എന്തെങ്കിലും സ്ഥലം ആർക്കെങ്കിലും കൊടുത്തോ? വീണ്ടും ആലോചിക്കുന്നുണ്ട് എന്തോ സ്ഥലം. അല്ല, ഏത് സ്ഥലം കൊടുക്കാൻ പറ്റുന്ന ആലോചിക്കായിരുന്നു. അതെയോ എത്രയോ സ്ഥലങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒന്നും അങ്ങനെ ഒരു മണ്ടത്തരൊന്നും ലാല് കാണിക്കില്ല. അത് മണ്ടത്തരമാണെങ്കിൽ അങ്ങനെ പേര് തന്നെ പറയാൻ പാടില്ല, മണ്ടത്തരം എന്ന് പറയാൻ പാടില്ല. അങ്ങനെ കൊടുക്കുന്നവർ കൊടുത്തോട്ടെ. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ഇപ്പോൾ എപ്പോഴും ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് അയാൾ ചെയ്തത് ശരിയായില്ലെന്ന് അല്ലേ? അയാൾക്കത് ഓക്കെയാണ്, നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇല്ലേ? ലാലിനത് ഓക്കെ ആകട്ടെ, ആയിക്കോട്ടെ. എല്ലാവർക്കും അങ്ങനെയാണ്. അയാൾ ചെയ്ത ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ഒരു പ്രശ്നം ഉണ്ടായി, നമ്മൾ 3 പേരിരുന്ന് ഭയങ്കര ഡിസ്കഷൻ, എന്നാലും അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്കത് ഓക്കെയാണ്, അവരത് ചെയ്തോട്ടെ. വൈ യു വാണ്ട് ടു അവരുടെ നിങ്ങളുടെ അമ്മയെ തല്ലിയാലും 2 വശം എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്കത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങളത് ഓക്കെ അല്ലെന്ന് പറയാം, അവർ ചെയ്തത് ഓക്കെ അല്ലെന്ന് പറയുന്നത്.